ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ നമ്മുടെ ബ്യൂട്ടി വ്ളോഗ് എത്തിയിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ ബ്യൂട്ടി വ്ളോഗ് ചെയ്തിട്ടില്ലായിരുന്നു. കുറച്ച് ഞാൻ പറഞ്ഞല്ലോ കുറേ സമയക്കുറവുണ്ടായിരുന്നു ലാസ്റ്റ് വീക്ക്. അപ്പോൾ ഇന്ന് എന്തായാലും ഇപ്രാവശ്യം ഓക്കെയാണ്. അപ്പോൾ ബ്യൂട്ടി വ്ളോഗും ഞാൻ രാത്രി കാലങ്ങളിലാണ് സാധാരണ ഷൂട്ട് ചെയ്യുന്നത്. കുടുംബങ്ങളെല്ലാം ഉറങ്ങി കഴിഞ്ഞിട്ടുള്ള ഒരു പരിപാടിയാണിത്. അതുപോലെ മോട്ടിവേഷനും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബ്യൂട്ടി വ്ളോഗ് എന്ന് പറയും ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു തമിഴ്നാട് യാത്രയെല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ട് ഞാൻ നല്ലോണം ടാനായി. അത് നിങ്ങൾക്ക് ആ വീഡിയോസ് കാണുകയാണെങ്കിൽ മനസ്സിലാവും നമ്മുടെ ട്രാവൽ വ്ളോഗിലെ എന്തുമാത്രം വെയിലാണ് ഞാൻ എൻ്റെ മുഖത്തും ശരീരത്തിലുമൊക്കെ റെഡിയാക്കി എന്നുള്ളത്. അതായത് നട്ടുച്ച സമയത്തും റോഡിലാണ്. ഈ ഒരു സമ്മർ പീരീഡിൽ ഊഹിക്കാമല്ലോ. ദിണ്ടിഗൽ ആയിരുന്നു എൻ്റെ ഡെസ്റ്റിനേഷൻ. തിരുനെൽവേലി, മധുരൈ, ദിണ്ടിഗൽ ആ വഴി പോയതാണ്. അപ്പോൾ ദിണ്ടിഗലിൽ നല്ല പാറപ്പുറത്തൊക്കെ ഏറ്റവും ഉച്ച സമയത്തായിരുന്നു ഞാനൊന്ന് ഷൂട്ട് ചെയ്യാനൊക്കെ കറങ്ങി നടന്നത്. എന്തായാലും നല്ല രീതിയിൽ ടാനായി. അപ്പോൾ എന്തായാലും ഡീ ടാനിങ് എനിക്ക് മസ്റ്റായിട്ട് ചെയ്യണം. ഞാൻ വിചാരിച്ചു ഓക്കെ, അത് വീഡിയോ ആയിട്ട് നിങ്ങൾക്കും കൂടെ കാണിച്ചു തന്നാൽ എല്ലാവർക്കും ഉപകാരമാണല്ലോ. ഇപ്പോൾ നല്ല പീക്ക് സമ്മറാണ്. ആരൊക്കെ പുറത്തിറങ്ങിയാലും പകൽ പുറത്തിറങ്ങുന്നവർക്കെല്ലാം ഒരു നല്ല രീതിയിൽ ടാൻ ആകുന്നുണ്ട്. പിന്നെ ഞാൻ എടുത്തു പറയുന്ന കാര്യം, കുട പിടിക്കുക. എനിക്ക് പക്ഷേ ഷൂട്ട് ചെയ്യുമ്പോൾ കുട പിടിക്കാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്കൊക്കെ കുട പിടിക്കാമല്ലോ. അപ്പോൾ പുറത്തേക്ക് പോകുമ്പോൾ നടന്നു പോവുകയാണെങ്കിൽ കുട, അല്ലെങ്കിൽ കാറിൽ പോവുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുട പിടിക്കുക. പിന്നെന്താ പറയുക, കണ്ണൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യണം, ഗ്ലാസ്സസ് വെക്കണം, സൺ ഗ്ലാസ് വയ്ക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ നല്ല രീതിയിൽ സൺസ്ക്രീനും പുരട്ടുക. അതും നല്ല കട്ടിക്ക് നല്ല ലെയറിൽ എവറി 3 hours 2 to 3 hours നമ്മൾ 50+ ഉള്ള SPF ഉള്ള ഇത് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക. അത് തന്നെ നല്ല രീതിയിൽ 2 to 3 hours പുരട്ടണം എന്നാണ്. പക്ഷേ അതും എനിക്ക് പ്രാക്ടിക്കലി നടക്കാത്ത കാര്യമാണ് ഷൂട്ടിന് പോകുമ്പോൾ. അതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ ഇട്ടാനാകുന്നത്. പിന്നെ നമ്മളെപ്പോൾ പുറത്തുനിന്ന് വന്നാലും, ഞാൻ പണ്ട് നമ്മൾ വീഡിയോയിൽ ചെയ്തിട്ടുള്ളതാണ് ബ്യൂട്ടി വ്ളോഗിൽ തന്നെ, അത് ഞാൻ സ്ഥിരമായി ചെയ്യുന്നൊരു കാര്യമാണ്. വീട്ടിലാണെങ്കിൽ അത് ഞാൻ ചെയ്യും. കാര്യം പുറത്ത് പോയിട്ട് വരുമ്പോൾ തന്നെ മോര് മുഖത്ത് പുരട്ടും. അത് ഉണങ്ങി കഴിയുമ്പോൾ പോയി വാഷ് ചെയ്യും. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ടാൻ പോകും. ടാൻ അങ്ങനെ ഹോൾഡ് ചെയ്യില്ല. ഓക്കെ, പക്ഷേ ഇങ്ങനെ യാത്രകളൊക്കെ ചെയ്യുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എവിടെ പോയി മോരെടുത്തിട്ടോ എന്തെങ്കിലും ചെയ്താൽ രാത്രിയല്ലേ തിരിച്ച് നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് എത്തുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു സൗകര്യമില്ല. നല്ല രീതിയിൽ ടാൻ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡീ ടാനിങ് പരിപാടിയിലേക്ക് പോകുന്നു. അതിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു 3 കാര്യങ്ങൾ ചേർത്തിട്ടാണ് ഞാനൊരു മുഖത്തിടുന്നൊരു എന്താ പറയുക ടാൻ മാറാനുള്ളൊരു പാക്ക് തയ്യാറാക്കുന്നത്. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാന കാര്യം എന്ന് പറയുന്നത് റാഗിയാണ്. റാഗി ഫ്ലവർ ഏറ്റവും നല്ലൊരു കാര്യമാണ് ഡീ ടാനിങ്ങിന്. ഒരു നാച്ചുറൽ ഡീ ടാൻ ചെയ്യുന്നൊരു കാര്യമാണ് റാഗി ഫ്ലവർ. അതിനകത്ത് ഒരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. അതായത് ധാരാളം ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ അമിനോ ആസിഡ് പോലെയുള്ള ന്യൂട്രിയൻസ്, പിന്നെ അതുപോലെ തന്നെ ധാരാളം മിനറൽസ് എന്ന് പറയുമ്പോൾ കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്, സിങ്ക് എന്ന് പറഞ്ഞ മിനറൽ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ധാരാളം മിനറൽസ് അടങ്ങിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ കാൽഷ്യം, അയൺ, സിങ്ക്, ഇതെല്ലാം തന്നെ അടങ്ങിയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ റാഗി അഥവാ ഫിംഗർ മില്ലറ്റ്. അകത്ത് കഴിച്ചാലും നല്ലതാണ്, പുറത്ത് തേക്കാനും ആപ്ലിക്കേഷനും ഒക്കെ നല്ലതാണ്. പിന്നെ അതിന് ഒരുപാട് ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസും ഉണ്ട് കേട്ടോ. കൊളാജൻ പ്രൊഡക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചറൊക്കെ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യും. ഒരു ഏജിങ് പ്രോസസ്സ് താഴോട്ട് കൊണ്ടുവരും. റെഗുലർ യൂസിന് ഇത് ബെസ്റ്റാണ്. റെഗുലറായിട്ട് നമ്മൾ റാഗി പൗഡർ വെച്ച് പേസ്റ്റ് ഉണ്ടാക്കി ഒരു കോമ്പിനേഷനിൽ നമ്മൾ മുഖത്ത് തേക്കുകയാണെങ്കിൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും, ഈ ന്യൂട്രിയൻ റിച്ചാണ്, അമിനോ ആസിഡും കാൽഷ്യവും അയണും സിങ്കും എല്ലാം ചേർന്ന് വരുന്ന കുറച്ച് ന്യൂട്രിയൻസും, അതുപോലെ തന്നെ കൊളാജൻ പ്രൊഡക്ഷൻ്റെ കാര്യത്തിലും ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഉള്ള ആ രീതിയിലും ഒക്കെ വളരെ നല്ല സ്കിന്ന് നല്ല ടൈറ്റ് ആൻഡ് യൂത്ത്ഫുൾ ആയിട്ട് ഹോൾഡ് ചെയ്യാനായിട്ട് അത് ഇമ്പ്രൂവ് ചെയ്യും, നല്ല രീതിയിൽ ഇമ്പ്രൂവ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ടാൻ, അതായത് സൺ ടാനിന് ഏറ്റവും നല്ലൊരു പ്രതിവിധിയാണ്. നല്ല രീതിയിൽ ടാൻ മാറ്റിത്തരും. അതുപോലെ ഈ സൺ ഡാമേജ് ഉണ്ടാകുന്ന സ്കിന്നിനെ റിപ്പയർ ചെയ്യും, ഈ ടാൻ മാറ്റുന്നതോടൊപ്പം തന്നെ ചെയ്യും. പിന്നെ ആൻറ്റി പിഗ്മെൻറ്റേഷൻ കുറച്ച് കൊണ്ടുവരും. അങ്ങനെ കുറേ കാര്യങ്ങൾ, സ്കിന്നെ നല്ല ബ്രൈറ്റൻ ചെയ്യും. അപ്പോൾ റെഗുലർ യൂസിനും നല്ലതാണ് നമ്മുടെ ഈ റാഗി ഫ്ലവർ. അപ്പോൾ ഇതിൻ്റെ ഒരു വേറെ പ്രത്യേകത വെച്ചാൽ ഇതൊരു എന്താ പറയുക, ഒരു ജെൻറ്റിൽ എക്സ്ഫോളിയേറ്ററും കൂടിയാണ്. അപ്പോൾ ഡെഡ് സ്കിൻ സെൽസിനെ എല്ലാം പതുക്കെ റിമൂവ് ചെയ്തിട്ട് അങ്ങനെ തന്നെ ഈ ടാനിൻ്റെ ഒരു അപ്പർ ലെയർ, ടാൻഡായ സ്കിന്നിൻ്റെ ആ ഒരു ഭാഗമൊക്കെ കുറച്ചുകൂടെ ആയിട്ട് ഇങ്ങനെ ക്ലിയർ ചെയ്ത് കുറച്ചുകൂടെ ബ്രൈറ്റൻ സ്കിന്നാക്കി തരും. പിന്നെ രണ്ടാമത് കണ്ടുപിടിച്ചിരിക്കുന്ന കാര്യവും അതുപോലെ തന്നെ ഈക്വലാണ്. അതായത് ഇതൊരു നാച്ചുറൽ ഡീ ടാനിങ്, ഇഫക്റ്റീവ് ഡീ ടാനിങ് ആയിട്ടുള്ളൊരു കാര്യമാണ് കോഫിയും അതുപോലെ തന്നെ നല്ലതായിട്ട് ടാൻ ആയിക്കഴിഞ്ഞാൽ ഡീ ടാൻ ചെയ്യാൻ ബെസ്റ്റാണ് സ്കിന്നിന് കോഫി. പിന്നെ കോഫിയും ഒരു നാച്ചുറൽ എക്സ്ഫോളിയൻ്റ് ആണ്. തരിയുള്ള കോഫി ഉപയോഗിക്കുകയാണെങ്കിൽ, അതായത് നമ്മുടെ ശരിക്കുള്ള കാപ്പിപ്പൊടി ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു ജെൻറ്റിൽ എക്സ്ഫോളിയേഷൻ നല്ല രീതിയിൽ നടക്കും. എന്നിട്ട് അതായത് ഡെഡ് സ്കിൻ സെൽസ് എല്ലാം മാറും. അതുപോലെ തന്നെ ആ ഒരു ടാൻ സ്കിന്നിനെ ഒന്ന്
മാറ്റി മാറ്റി നല്ല ബ്രൈറ്റ് ആൻഡ് സ്കിന്നാക്കി തരും. അതിനും ഒരുപാട് ആൻറ്റി പിഗ്മെൻറ്റേഷൻ ഫീച്ചേഴ്സ് ഉണ്ട്. പിഗ്മെൻറ്റേഷൻ്റെ ഇഷ്യൂസൊക്കെ കുറയ്ക്കാനായിട്ടും സഹായിക്കും. അപ്പോൾ അതും നമുക്ക് റെഗുലർ യൂസിന് ഉപയോഗിക്കാൻ പറ്റിയതാണ് കോഫി എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ പിഗ്മെൻറ്റേഷൻ കുറയുന്ന കാര്യം എന്ന് വെച്ചാൽ മെലാനിൻ്റെ പ്രൊഡക്ഷൻ അത് നല്ല രീതിയിൽ റെഗുലേറ്റ് ചെയ്യും, നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്യും. അങ്ങനെ തന്നെ ആ പിഗ്മെൻറ്റേഷൻ കാര്യങ്ങൾ കുറയും. പിന്നെ റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻസ് ആണ് കോഫി. അപ്പോൾ ഇതിൻ്റെ എല്ലാം സിമിലർ പ്രോപ്പർട്ടീസാണ് കേട്ടോ ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങൾ. അതിൻ്റെ എല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും. കുറേ കൂടെ ഈക്വലി ഗുഡ് ഫീച്ചേഴ്സുള്ള അല്ലെങ്കിൽ ഈക്വലായിട്ട് ഒരുപോലെ ഈ ഒരു കാര്യങ്ങളൊക്കെ ഉള്ളത് ഒന്നിച്ചു ചേർന്നാൽ അതിൻ്റെ ഇഫക്റ്റ് കൂടി വരില്ലേ. പിന്നെ മൂന്നാമത്തെ കാര്യം കൂടി പറയാം. അതായത് നമ്മുടെ സ്ഥിരം കാര്യം യോഗേർട്ട് അഥവാ തൈര്, ഇഷ്ടപ്പെട്ട കാര്യം കേർഡ്, അതെൻ്റെ ഏറ്റവും ഫേവറേറ്റാണ്. അപ്പോൾ തൈരിനും ഒരു നാച്ചുറലായിട്ടുള്ളൊരു ഡീറ്റാനിങ് പ്രോപ്പർട്ടി ഉണ്ട്. വളരെ ജെൻറ്റിലായിട്ട് നല്ല രീതിയിൽ ഇഫക്റ്റീവായിട്ട് ഡീറ്റാൻ ചെയ്യാനുള്ള കഴിവുണ്ട്. കാരണം അതിനകത്തുള്ള അമിനോ ആസിഡ്സാണ് ആ ഒരു ഫീച്ചർ തൈരിന് കൊടുക്കുന്നത്. ആ അമിനോ ആസിഡിൻ്റെ പ്രവർത്തനം കൊണ്ട് സ്കിന്നിലുണ്ടാകുന്ന ടാനിങ് പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും. ആ ടാൻ അതാണ് ഈ മോര് പുരട്ടുമ്പോൾ ലൂസാക്കിയിട്ടുള്ള മോര്, അതായത് തൈരിനെ ലൂസാക്കി പുരട്ടിയാൽ തന്നെ ഭയങ്കര മാറ്റം ഉണ്ടാവും. അപ്പോൾ തന്നെ ടാൻ മാറും കേട്ടോ, ഭയങ്കര നല്ലതാണ്. പിന്നെ ഇതൊരു നാച്ചുറൽ ബ്ലീച്ചിങ് ഏജൻറ്റ് കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് പിഗ്മെൻറ്റേഷൻ കുറയുന്ന എന്ന് ഞാൻ പറയുന്നത്. ഓക്കെ, ആ ഒരു കാര്യമുണ്ട്. പിന്നെന്താ പറയുക, നമ്മളിപ്പോൾ സണ്ണിൻ്റെ താഴെയിൽ നിന്ന് നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് വേർത്ത് വാടിക്കരിഞ്ഞ് വീട്ടിലേക്ക് കയറി വരുമ്പോൾ പൊള്ളുന്ന ചൂടിൽ നിന്നും പൊള്ളി ഇങ്ങനെ കുറച്ച് ചിലർക്ക് സൺ ബേണായിട്ട് തന്നെ വരും. അങ്ങനെ വരുമ്പോഴും തൈരൊക്കെ പുരട്ടി കഴിഞ്ഞാൽ ഭയങ്കര കൂളിങ്, സൂത്തിങ്, ഹൈഡ്രേറ്റിങ്, നമുക്ക് ഭയങ്കര ഒരു മുഖത്ത് AC വെച്ച പോലെയാകും. അത്രയ്ക്കൊരു കൂൾ ഫീലാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിനെല്ലാം തന്നെ കോമൺ ഫീച്ചേഴ്സാണ്. അതായത് സ്കിൻ ബ്രൈറ്റനിങ്, ജെന്റിൽ എക്സ്ഫോളിയേഷൻ, പിന്നെ എന്താ പറയുക ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആണ്, പിന്നെ ടാനിങ്ങിനും നല്ലതാണ്, ഡീടാനിങ്. അപ്പോൾ ഇത്തരം ഫീച്ചേഴ്സ് എല്ലാം ചേർന്ന് വരുന്ന 3 ഭയങ്കര ശക്തരായ ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ ചേരുവകൾ ചേർന്ന് വരുമ്പോൾ അതിൻ്റെ ഇഫക്റ്റ് ഭയങ്കര ഡബിളാകും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഇപ്രാവശ്യം കോഫി എടുത്തിരിക്കുന്നതിൽ ഞാൻ നാച്ചുറൽ കോഫി പൗഡറും നമ്മുടെ ഇൻസ്റ്റൻറ്റ് കോഫിയും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, രണ്ടും കൂടെ ചേർന്നാണ്. പിന്നെ തൈരുണ്ട്. ഓക്കെ, ആൻഡ് ദി റാഗി ഫ്ലവർ. ഈ 3 കാര്യങ്ങളാണ് എടുത്തിരിക്കുന്നത്. റാഗി പൊടി. ഓക്കെ, റാഗി വാങ്ങിച്ച് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ചെടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. നമുക്ക് ധൈര്യമായിട്ട് വേറൊരു മായോ ഇല്ലാന്ന് നമുക്ക് ഉദ്ദേശിച്ചെടുക്കാമല്ലോ. ഓക്കെ, അപ്പോൾ നോക്കിയപ്പോളോ ഞാനൊരു മിക്സിങ് ചെയ്യാൻ പോവാണ്. ഓക്കെ, റാഗി ഫ്ലവർ എടുക്കാം. ഇതിപ്പോൾ മുഖത്ത് മാത്രമേ ചെയ്യുന്നുള്ളൂ. നിങ്ങൾ ചെയ്യുമ്പോൾ മുഖത്ത്, കഴുത്തിൽ, കയ്യിൽ ഒക്കെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള എല്ലാ ഭാഗത്തും വെക്കാം. ഓക്കെ, അപ്പോൾ ഞാനൊരു 2 ടീസ്പൂൺ നിറച്ച് റാഗി ഫ്ലവർ എടുത്തു. പിന്നെ ഇതിലേക്ക് കോഫി, നമ്മുടെ 2 മിക്സ് ഓഫ് കോഫിയാണ്, 1 ടീസ്പൂൺ അങ്ങോട്ട് എടുക്കുക. ഓക്കെ, നല്ല ഇഫക്റ്റീവ് ആകട്ടെ നല്ല രീതിയിൽ. പിന്നെ തൈര് എടുത്തിട്ട് മിക്സ് ചെയ്യാം. തൈരാണ് നമ്മുടെ മറ്റൊരു പ്രധാന ചേരുവ. എല്ലാം കൂടി ആവശ്യത്തിന് ചേർക്കുന്നു. ആൻഡ് ഐ ആം ഗോയിങ് ടു മിക്സ് ഇറ്റ്. തൈര് ആവശ്യത്തിന്, ഇതിൻ്റെ മിക്സിങ്ങിന് ആവശ്യമുള്ള തൈര് ഒഴിച്ചു കൊടുക്കും. തൈര് എത്ര കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഇറ്റ് ഈസ് ഓൾ ഗുഡ്. സ്കിന്നിൽ എനിക്ക് ഏറ്റവും നാച്ചുറൽ ഇൻഗ്രീഡിയൻസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയും ഫസ്റ്റ് പ്ലേസ് തൈര് തന്നെയാണ്. പിന്നെ വരുന്നുള്ള എല്ലാ കാര്യവും. പിന്നെ കോഫി എനിക്ക് നല്ല ഇഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ലിക്വറൈസ് പൗഡർ. അത് ശരിക്കും പിഗ്മെൻറ്റേഷൻ മാറാനും കളറെല്ലാം നല്ല ഈവൻ ഔട്ട് ചെയ്ത് ആ ഡാർക്ക് സ്പോട്ട്സൊക്കെ മാറാനൊക്കെ ബെസ്റ്റാണ് ലിക്വറൈസ്. ഇതെൻ്റെ ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ഐറ്റംസ് പറയുകയാണ്. പിന്നെ ഓറഞ്ച് പീൽ പൗഡർ ഇഷ്ടമാണ്. ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ നമ്മുടെ കസ്തൂരി മഞ്ഞൾ, പിന്നെന്താ പറയുക പാലിൻ്റെ പാൽപ്പാട, ഇതൊക്കെ എൻ്റെ ഫേവറേറ്റാണ്. അതെ, ഇനി നമ്മൾ മുഖത്ത് തേച്ച് തുടങ്ങും. എന്നിട്ട് ഒരു 10-15 മിനിറ്റോ 20 മിനിറ്റോ ഇരിക്കുക നല്ലതായിട്ടൊന്ന് ഡ്രൈ ആകാനായിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയ ലൂക്ക് വാം വാട്ടറിൽ വേണമെങ്കിലും വാഷ് ചെയ്യാം, അതല്ല സാധാരണ വെള്ളത്തിൽ വേണമെങ്കിൽ വാഷ് ചെയ്യാം. ഇത് ഇപ്പോൾ നാച്ചുറൽ എന്താ പറയുക, എൻ്റെ സ്കിന്ന് ജനറലി സ്പീക്കിംഗ് ഒരു നോർമൽ സ്കിൻ തന്നെയാണ്. ഒരുപാട് ഡ്രൈയോ അല്ല, ഓയിലി എന്തായാലും അല്ല. നോർമലാണോ എന്ന് വെച്ചാൽ നോർമലാണ്. പക്ഷേ നമ്മൾ പണ്ട് വളരെ നോർമലായിരുന്നു. ഇപ്പോൾ നമ്മൾ ഏജ് കൂടി വരുന്നതിനനുസരിച്ച് കുറച്ചുകൂടെ ഡ്രൈനെസ് വരാൻ ചാൻസസ് ഉണ്ട് സൂക്ഷിച്ചില്ലെങ്കിൽ. പക്ഷേ ഇപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഒട്ടും ഓയിലി അങ്ങനത്തെ അല്ല. എൻ്റെ ഓപ്പൺ പോസ് അല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കുരുകാര എന്താ പറയുക
വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ്, മുഖക്കുരു അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും വരാറില്ല. എൻ്റെ പ്രധാന ഇഷ്യൂ എന്ന് പറയുന്നത് ചെറിയ പിഗ്മെൻറ്റേഷനാണ്. ഈ രണ്ട് ഭാഗത്തും ഒക്കെ ചെറിയൊരു പിഗ്മെൻറ്റേഷനാണ്. അത് മാത്രമാണ് ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ. പക്ഷേ ബാക്കി പ്രശ്നങ്ങളില്ല. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഏതൊക്കെ ടൈപ്പ് സ്കിന്നിന് പറ്റും എന്ന് ചോദിച്ചാൽ എല്ലാ ടൈപ്പ് സ്കിന്നിനും പറ്റും. സാധാരണഗതിയിൽ എല്ലാ സ്കിന്നിനും പറ്റും. ഓയിലി സ്കിന്നിനൊക്കെ വളരെ നല്ലതാണ്. ആക്നെ പ്രോൺ സ്കിന്നിന് നല്ലതാണ്, നോർമൽ സ്കിന്നിന് നല്ലത്, ആൻഡ് ഡ്രൈ സ്കിന്നിന് നല്ലത്. കാര്യം ഈ തൈരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാം ഓക്കെയാണ്. പക്ഷേ നിങ്ങളെപ്പോഴും എന്ത് ചെയ്താലും ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് ചെയ്യുക. അത് ഞാൻ എടുത്തു പറയുന്നു. ഇനി അഥവാ ഞാൻ പറയാൻ വിട്ടുപോയാലും നിങ്ങളത് ചെയ്യുക. കാര്യം എല്ലാ വീഡിയോസിലും ഞാനത് പറയാറുണ്ട്. പാച്ച് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കുറച്ചെടുത്തിട്ട് സാമ്പിൾ പോലെ ഈ ഭാഗത്ത് തേച്ച് കൊടുക്കുക. പറ്റുമെങ്കിൽ ഒരു 5-6 മണിക്കൂർ ഇരുന്നാൽ നല്ലത്. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും എന്തെങ്കിലും അലർജിയൊക്കെ ഉണ്ടെങ്കിൽ. ദാറ്റ്സ് എ ഗുഡ് പ്ലേസ്. പിന്നെ ഇവിടെ ചെയ്യാൻ വേണമെങ്കിൽ ഓക്കെ, ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പറ്റും ഇവിടെ തന്നെ ചെയ്താണ് ഏറ്റവും ബെസ്റ്റ്. ഈ ഒരു ചെവിയുടെ സൈഡ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അങ്ങനെ ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ നോ അലർജി ഇസ് ഓക്കെ. എല്ലാവരുടെ സ്കിന്നും ഒരുപോലെ അല്ലല്ലോ, അതുകൊണ്ട് നമ്മളത് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല. ബട്ട് ഇറ്റ്സ് ഗുഡ്. ഓക്കെ, ഇനി ഞാൻ പുരട്ടാൻ പോകും. മുടി ഒന്ന് കെട്ടിക്കൊട്ടി. ഓക്കെ, ഇത് കഴുകി വൃത്തിയാക്കിയ മുഖം തന്നെയാണ്, കുഴപ്പമില്ല. കോഫി സ്മെൽ. ഇത് ഉണങ്ങിയിട്ട് ഞാനിങ്ങനെ വാഷ് ചെയ്യുന്ന സമയത്ത് ജെൻറ്റിലായിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് ചെയ്യുമ്പോൾ ആ എക്സ്ഫോളിയേഷൻ പ്രോസസ്സ് നടക്കും. ഈ കോഫിയിൽ തരിയുണ്ട്. അതാണ് നമ്മുടെ സാധാരണ കാപ്പിപ്പൊടിയിൽ ചെയ്യാണ് ഏറ്റവും ബെസ്റ്റ്. നോർമൽ കോഫി പൗഡർ, അതായത് കാപ്പിക്കുരു പൊടിച്ച് കിട്ടില്ലേ, അതാകുമ്പോൾ കുറച്ചൊരു തരിയോടുകൂടി കിട്ടും. അങ്ങനെയാണെങ്കിൽ ആ എക്സ്ഫോളിയേഷൻ പ്രോസസ്സ് കുറച്ചൊരു ഈസി ആവും. ഞാൻ ഇച്ചിരി കൂടുതൽ എടുത്തിരിക്കുന്നു. അത് കാരണം എന്താണെന്ന് മനസ്സിലായല്ലോ. ഇത് നിങ്ങൾ എടുക്കുമ്പോൾ ഈ ക്വാണ്ടിറ്റി എടുത്താൽ നമ്മുടെ 2 കൈയിൽ, കഴുത്തിൽ, എല്ലാ ഭാഗത്തേക്കും ഇടാനായിട്ട് ആവശ്യത്തിന് കിട്ടും. ഞാനിതിപ്പോൾ ഇന്നിപ്പോൾ ക്യാമറയുടെ ഫ്രണ്ടിൽ ഇത്രേ കാണിക്കുന്നുള്ളൂ. പക്ഷേ ബാക്കി എനിക്ക് ദേഹത്ത് ഇടാൻ പറ്റുമല്ലോ, കയ്യിലും കഴുത്തിലും ഒക്കെ. ഓക്കെ, ഇനി ഇത് ഉണങ്ങിയിട്ട് തിരിച്ചു വരാം. വെയിറ്റ് ചെയ്യാം കേട്ടോ. യെസ്, നോക്കിക്കോളൂ, നന്നായിട്ട് ഡ്രൈ ആയി, സ്ട്രെച്ചായി. ഇങ്ങനെ സ്ട്രെച്ചിങ് ആകുന്നവരെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്താ പറയുക, നമുക്ക് സ്കിന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല ടൈറ്റായിട്ട് കിട്ടും. പാത്രത്തിൽ വെള്ളം കൊണ്ട് വെച്ചിട്ടുണ്ട്. ആദ്യം ഒന്ന് വെറ്റാക്കി കൊടുക്കാം. ഇച്ചിരി ഒന്ന് കറക്റ്റായിട്ടൊന്ന് ലൂസൺ ചെയ്യും. എന്നിട്ട് സ്ക്രബ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, സ്കിന്നിനൊന്നും സ്ക്രാച്ച് വരാത്ത രീതിയിൽ നമ്മൾ എന്ത് കാര്യം ചെയ്യാവുള്ളൂ, സ്ക്രബാണെങ്കിലും ഏത് കാര്യമാണെങ്കിലും. ഓക്കെ, ഓക്കെ, ഇപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ സോഫ്റ്റായി തുടങ്ങി. നോക്കിക്കോളൂ. കാരണം എന്താ വെച്ചാൽ ഇത് കുറച്ച് തരിയുള്ള കോഫി പൗഡറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കും ഒരു സ്ക്രബിൻ്റെ എഫക്റ്റ് കിട്ടുന്നുണ്ട്. തരി കാണാമല്ലോ അല്ലേ, കുറച്ച് കൊച്ചു 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 തരികൾ കണ്ടോ, കറുത്ത കുത്തു പോലെ. ദാറ്റ് ഈസ് നല്ല സ്ക്രബ് ഇഫക്റ്റ് തന്നെ കിട്ടുന്നുണ്ട്. അല്ലെ ഇത് മുഖത്ത് ഇട്ടിരുന്ന സമയത്ത് ചെറിയൊരു എന്താ പറയുക, ഒരു ഇഫക്റ്റ് നമുക്ക് തോന്നും. ഒരു നീറുന്ന പോലെയോ എന്തെങ്കിലും ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ നമ്മുടെ സ്കിന്നിൽ ഒരു മാറ്റം കാണുന്നുണ്ടാവും. മാറ്റം ഇങ്ങനെ പിടിക്കുന്ന പോലെ അതിൻ്റെ ഇഫക്റ്റ്. ഓക്കെ, എല്ലാ ഭാഗത്തും നമുക്കൊരു സർക്കുലർ മൂവ്മെൻറ്റ്. എൻ്റെ ഡെഡ് സ്കിൻ സെൽസൊക്കെ പോവാണ്. കൂട്ടത്തിൽ ടാനും മാറും. സ്കിന്നെല്ലാം കുറച്ചുകൂടെ ടൈറ്റാകും, ബ്രൈറ്റൻഡ് ആകും. അങ്ങനെ കുറേ വലിയ പ്രതീക്ഷകളിലാണ് ഞാനിത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ഉള്ള കാര്യം തന്നെയാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് റിസൾട്ട് കിട്ടും എന്നുള്ളതിനെക്കുറിച്ച്. എനിക്ക് വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് വലിയ സ്ക്രബിൻ്റെ ആവശ്യം വരണില്ല ഈ ഭാഗത്തൊന്നും. സാറിന് എല്ലാവർക്കും ഈ മൂക്കിൻ്റെ ഭാഗത്തൊക്കെയാണല്ലോ കൂടുതലും വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്തോളൂ. നന്നായിട്ട് സ്ക്രബ് ചെയ്തെടുക്കുക. ഇനി പതുക്കെ തുടച്ചു പോകാം. എൻ്റെ മൂക്കുത്തി വന്നതിന് ശേഷം മൂക്കിൻ്റെ ഭാഗത്ത് ചെയ്യുമ്പോൾ കുറച്ച് ഒരു
തടസ്സം പോലും നിൽക്കുന്നത്. ആ എൻ്റെ കണ്ണാടി കൊണ്ട് വെക്കട്ടെ കുറച്ചുകൂടി കാണാനായിട്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അല്ലേ? നോക്കിക്കോളൂ, നല്ല ഒരു ഗ്ലോ ആൻഡ് ബ്രൈറ്റിംഗ് ആൻഡ് ഒരു ടാനൊക്കെ മാറി കുറച്ചുകൂടിയൊക്കെ ഒരു ക്ലാരിറ്റി, ക്ലിയർ സ്കിൻ ആൻഡ് കുറച്ചുകൂടെ പിങ്ക് സ്കിന്നിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. സീ ദ ഡിഫറൻസ്. എൻ്റെ കയ്യിലുള്ള വെള്ളം ഒരു കോഫിയായി മാറി കംപ്ലീറ്റ്. കോഫി കലക്കിയില്ലേ? കോഫി കലക്കിയത് മാതിരിയായി. ഇത് കുളമായിട്ടുണ്ട് ആ വെള്ളം കംപ്ലീറ്റ്. ഇനി ഒരു പാത്രത്തിൽ കൂടി വെള്ളം ഞാൻ കരുതിയിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ട് ഇനി വീണ്ടും സ്കിന്നെല്ലാം നല്ല സോഫ്റ്റ്, പിന്നെ മാത്രമല്ല നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കാര്യം ഇതിലിപ്പോൾ തൈര് ചേർത്തിരിക്കുന്നുണ്ട്, നല്ലൊരു മോയ്സ്ചറൈസേഷൻ ഉണ്ടാകും, ഡ്രൈ ആകുകയില്ല. തൊടുമ്പോൾ തന്നെ അറിയാം, ക്രീമൊക്കെ തേച്ച് പോയിട്ടുണ്ട്. സോഫ്റ്റ് സ്കിന്നൊക്കെ എന്താ അല്ലേ, സൂപ്പറായിട്ടുണ്ട്. നിങ്ങൾക്ക് വ്യത്യാസം തോന്നില്ലേ? ഭയങ്കര വളരെ ഡിഫറെൻ്റായിട്ട് തന്നെ ഇരിക്കുന്നു. ഞാൻ തുടങ്ങിയ സമയത്തുണ്ടായിരുന്ന സ്കിന്നിൽ നിന്നും ഭയങ്കര മാറ്റം, എനിക്ക് നല്ല മാറ്റം ഫീൽ ചെയ്യാം. നല്ല ബ്രൈറ്റൻഡ് ആയിട്ടുണ്ട്, റിയൽ ബ്രൈറ്റ്. ഓക്കെ, സോ നൈസ്. നന്നായിരിക്കുന്നു, നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ട്, ബ്രൈറ്റായിട്ട്, നല്ല കൂളായിട്ട്, ടാനൊക്കെ മാറി ഒറിജിനൽ കളറിലേക്ക് ഞാൻ തിരിച്ചു വന്നിരിക്കുന്നു. നിങ്ങൾക്ക് തോന്നുന്നു ഫെയർ സ്കിൻ ആയതുകൊണ്ട് നേരത്തെ ടാൻ എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഫെയർ സ്കിൻ ആണെങ്കിലും ഡാർക്ക് സ്കിൻ ആണെങ്കിലും മീഡിയം കംപ്ലക്ഷൻ സ്കിൻ ആണെങ്കിലും നമ്മുടെ ഒറിജിനൽ സ്കിന്നിൽ നിന്ന് ഒരുപാട് മാറ്റം വരും ടാൻ ആകുമ്പോൾ. അപ്പോൾ അൺഈവനാകും, പല സ്ഥലത്തും പല കളറാകും, പിന്നെ ഒരു ഇരുളിച്ച വരും ടോട്ടലായിട്ട്. സ്കിന്ന് ഭയങ്കര ഡള്ളാകും. അത് ഏത് കംപ്ലക്ഷനിലാണെങ്കിലും അങ്ങനെയാണ്. സ്കിന്നിൻ്റെ ടെക്സ്ചർ മാറുകയാണ് ചെയ്യുന്നത് പൂർവ്വസ്ഥിതിയിലേക്ക്. അതായത് നേരത്തെ എങ്ങനെയാണോ നമ്മുടെ സ്കിന്നിരുന്നത് അതിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സംഭവം. അപ്പോൾ ഇത് നമ്മളൊരു പാർലറിൽ പോയിട്ട് അല്ലെങ്കിൽ ചെയ്യാം, പാർലറിൽ പോയിട്ട് ഒരു ബ്ലീച്ചും ഫേഷ്യലും എല്ലാം കൂടി ചെയ്താലും പെട്ടെന്ന് തന്നെ ഒരു മാറ്റം ഉണ്ടാവും. അങ്ങനെ ചെയ്യാൻ പറ്റാത്തവർക്കും വീട്ടിൽ പെട്ടെന്ന് നമുക്ക് പോകാൻ സമയമില്ല, പൈസ ഒന്നും അത്രയും മുടക്കേണ്ട ആവശ്യമില്ല. ഇത് സിമ്പിളല്ലേ, ഒരു പാക്കറ്റ് കോഫി പൗഡർ മതിയാകും. സാഷെ പോലത്തെ വാങ്ങുകയാണെങ്കിൽ ഒരു ടീസ്പൂൺ, കുറച്ച് തൈര് എന്തായാലും നമ്മുടെ വീട്ടിലുണ്ടാവുമല്ലോ. പിന്നെന്താ വേണ്ടത്? കുറച്ച് റാഗി പൗഡർ മാത്രമേ ആവശ്യമുള്ളൂ. പെർഫെക്റ്റ് റിസൾട്ട് കിട്ടും. ഇങ്ങനെ ആഴ്ചയിൽ ഒരു 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തോളൂ. കംപ്ലീറ്റ് ടാനും പോയി, നമ്മുടെ സ്കിന്ന് ഭയങ്കര സ്മൂത്ത്, ബ്രൈറ്റൻഡ് ആൻഡ് പിഗ്മെൻറ്റേഷൻ, ഡാർക്ക് സ്പോട്ട്സ്, പാച്ചസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും എല്ലാം പോയി, ടാനും പോയി, നല്ല ഗ്ലാമറസ് ആയിട്ട് മാറും. ഓക്കെ, അറിയാലോ. യെസ്, എങ്ങനെയുണ്ട്? വീട്ടിൽ ഒരു ഫേഷ്യൽ ചെയ്ത പോലെ ഉണ്ട്. അയ്യോ, തൊടുമ്പോൾ തന്നെ എന്താ തണുത്തിരിക്കുന്നത്. നല്ല കൂൾ സോഫ്റ്റ്. നമ്മളിങ്ങനെ എനിക്ക് പറയാൻ വാക്കുകളില്ല കേട്ടോ. വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പാക്കാണിത്. എനിക്ക് വളരെ ഇഫക്റ്റീവായിട്ട് തോന്നിയൊരു പാക്കാണിത്. ധൈര്യമായിട്ട് ചെയ്തു നോക്കിക്കോളൂ. മുഖമൊക്കെ കുറച്ച് പിങ്ക് ആയി കേട്ടോ. നല്ല മാറ്റം മീൻസ് നല്ല മാറ്റം. ഞാൻ ആക്ച്വലി പറഞ്ഞൊരു ഫേഷ്യലിനൊക്കെ പോയിട്ട് വരുമ്പോൾ കിട്ടുന്ന ആ ഒരു ഇഫക്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും അത് തന്നെ കിട്ടും. നിങ്ങളുടെ റിയൽ സ്കിൻ ടോൺ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആയിട്ട് തന്നെ വരും. അപ്പോൾ ഇത് ആഴ്ചയിൽ 2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യം ചെയ്യാൻ പറ്റുന്ന, ഇപ്പോൾ പിന്നെ സെൻസിറ്റീവ് സ്കിന്നാണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. കാര്യം ഇതിനൊരു ഇഫക്റ്റ് ഉണ്ടാകും മുഖത്ത്. ഇങ്ങനെ ഒരു ചെറിയൊരു എന്താ പറയുക, പുകച്ചിലെന്നൊന്നും പറയാൻ പറ്റില്ല, ശരിക്കും നമുക്കൊരു അറിയാൻ പറ്റും മുഖത്ത് എന്തൊക്കെയോ നടക്കുന്നു, സം പ്രോസസ് ഇസ് ഗോയിങ് ഓൺ എന്ന് മനസ്സിലാവും. അപ്പോൾ അത് നല്ല ഇഫക്റ്റീവായിരിക്കും. അതുകൊണ്ട് ആദ്യം പാച്ച് ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ പാച്ച് ടെസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് അലർജി വല്ലതും ഉണ്ടോ എന്ന് നോക്കുക. നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊരു എന്താ പറയുക, ഒരു 5-6 മണിക്കൂർ ഇട്ട് വയ്ക്കുക. ഓക്കെ, രാവിലെ വല്ലതും ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ രാത്രി നമുക്ക് ഒരു പ്രശ്നമില്ലാന്നുണ്ടെങ്കിൽ രാത്രി ഇത് ചെയ്തോളൂ. കൂൾ. ഓക്കെ, യെസ്. അങ്ങനെ നല്ലൊരു മനോഹരമായ ഒരു
ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇഫക്റ്റ് പോലെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. നമുക്ക് വീട്ടിൽ തന്നെ എന്തെല്ലാം ഹോം റെമഡീസാണുള്ളത്, ഒരു പൈസ മുടക്കാണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ സ്ഥിരമായിട്ട് ചെയ്യുക, ആഴ്ച 2 ദിവസം ചെയ്യുക. സ്കിന്നിൻ്റെ ആരോഗ്യം, ഇപ്പോൾ ടാനിൻ്റെ കാര്യം മാത്രം, നമ്മൾ എന്തായാലും ഇപ്പോൾ സമ്മറാണെങ്കിലും ഏത് കാലഘട്ടത്തിലാണെങ്കിലും ഏത് കാലാവസ്ഥയിലൂടെ ആണെങ്കിലും നമ്മൾ പുറത്ത് പോകുന്നവരാണ്. അപ്പോൾ നമ്മുടെ സ്കിന്നിനെ സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ആവശ്യമാണ്. അപ്പോൾ എപ്പോഴെല്ലാം പുറത്ത് പോയാലും നമുക്ക് ടാൻ ആകും. അപ്പോൾ എപ്പോഴും വീട്ടിൽ വന്നിട്ടൊരു മോര് തേക്കുന്നത് നല്ലതാണ്. ഇൻ അഡീഷൻ ടു ദാറ്റ് ആഴ്ചയിൽ 2 പ്രാവശ്യം ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിലുള്ളൊരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ നമ്മുടെ സ്കിന്നിന് കൊടുക്കുകയാണെങ്കിൽ ഗംഭീരമായിരിക്കും. നമ്മുടെ സ്കിൻ എപ്പോഴും ഭയങ്കര യൂത്ത്ഫുള്ളായിരിക്കും. ഈ കൊളാജൻ പ്രൊഡക്ഷനൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യും. നമ്മുടെ സ്കിന്ന് പ്രായം തോന്നിക്കുകയില്ല. അതിപ്പോൾ നമുക്കൊരു, അപ്പോൾ എന്താ പറയുക, ഒരു 50 വയസ്സായാലും ഒരു 40 വയസ്സിൻ്റെ ചെറുപ്പം കിട്ടും. ഓക്കെ, അങ്ങനെ വിചാരിച്ചാൽ മതി. ഒരു 10 വയസ്സ് പുറകോട്ട് പോകും. സ്കിന്ന് സൂക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സ്കിന്ന് ഹെയർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ ചെയ്ത് നോക്കുക, എന്നിട്ട് റിസൾട്ട് എന്നെ അറിയിക്കാം, മറക്കണ്ട. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി വ്ളോഗ്സ്. ലവ് യു.